ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് നമ്മൾ കാഞ്ഞിരപ്പള്ളി ടു ചെന്നൈ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ശകലം വെള്ളമൊക്കെ മേടിച്ച് ഏത്തക്കയൊക്കെ മേടിച്ച് റെഡിയാക്കി. പിന്നെ നോമ്പ് കാലമായതുകൊണ്ട് രാവിലെ ഇടയത്താഴം കഴിക്കാൻ വേണ്ടി ബാക്കിയുള്ള സാധനമെല്ലാം റെഡിയാക്കി ഷായന തന്നു വിട്ടു. അങ്ങനെ അതെല്ലാം നമ്മൾ അടുക്കി വണ്ടിയിലെല്ലാം കയറ്റി അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് ഫുൾ ടാങ്കൊക്കെ അടിച്ച് നമ്മൾ യാത്ര തിരിക്കുകയാണ്. നമ്മുടെ കിഴക്കൻ മേഖലയുടെ കയറി വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നല്ല മഞ്ഞും സൂപ്പർ തണുപ്പുമാണെന്ന്. അങ്ങനെ കോടമഞ്ഞിനുള്ളിലൂടെ നമ്മളിങ്ങനെ മന്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മഞ്ഞ്. അങ്ങനെ നമ്മൾ ഏകദേശം കുമിളിയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. അന്നേരപ്പോൾ ഇതാ ഒരു നാടകത്തിൻ്റെ വണ്ടി പോകുന്ന കണ്ടു. അതിനെയും ചേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ചെറിയ മയക്കം വന്നപ്പോൾ ഒരു ഗ്ലാസ് കടുങ്കാപ്പി അങ്ങ് കുടിക്കാമെന്ന് വെച്ചു. കുമളിയിലിരുന്ന് ഒരു ഗ്ലാസ് കടുങ്കാപ്പി അങ്ങ് കുടിച്ചു. ഒഴിഞ്ഞു കിടക്കുന്ന റോഡ്, ആഹാ എത്ര സുന്ദരം. തേക്കടിയിൽ നമ്മൾ മാത്രം നല്ല തണുപ്പത്തിരുന്ന് ഒരു കട്ടൻ കുടിച്ച ശേഷം നമ്മൾ നേരെ ഹൈവേ വെച്ച് പിടിപ്പിച്ച് നമ്മളിങ്ങനെ പോരുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് 11:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന റോഡിലൂടെ നമ്മളിങ്ങനെ മന്ദം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും കയറി നമുക്ക് സുബൈ നമസ്കരിക്കണമെന്നുള്ള ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ദിണ്ടുക്കൽ എന്ന സ്ഥലത്ത് എത്താറായി വരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ തപ്പിപ്പിടിച്ച് ഞങ്ങൾ ഒരു പള്ളി കണ്ടെത്തി. അവിടെ കയറി. വലിയൊരു പള്ളിയായിരുന്നു. അവിടെ കയറി ഞങ്ങൾ ഇടയത്താഴം കഴിക്കാനുള്ള പരിപാടിക്ക് വേണ്ടി നമ്മൾ പല്ലൊക്കെ ഒന്ന് തേച്ച് വൃത്തിയായി ഫുഡുകളെല്ലാം എടുത്ത് നമ്മൾ പള്ളിക്കകത്തേക്ക് പോയി. വലിയൊരു പള്ളിയാണ് അത്. ദർസും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഗ്രൗണ്ടും കാര്യങ്ങളും പള്ളിക്കകം അതിവിശാലമാണ്. ഒരു സൈഡിലിരുന്ന് ഞങ്ങൾ ഇടയത്താഴം കഴിച്ചു. രാവിലെ തന്നെ നല്ല പയറും രസമൊക്കെ കൂട്ടി അച്ചാറൊക്കെ കൂട്ടി രാവിലെ ഒരു പിടി അങ്ങ് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ബാങ്ക് വിളിയെല്ലാം കേട്ട ശേഷം നമസ്കാരം കഴിഞ്ഞ് ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഓക്കെ കൂട്ടുകാരെ.